ഹലോ എവറി വൺ. +2 ഇംഗ്ലീഷ് തുല്യതയുടെ സെക്കൻഡ് ചാപ്റ്ററായ ദി ഗിഫ്റ്റ് ബൈ എസ്.കെ. പൊറ്റക്കാടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കും പെന്നും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. മീനിങ്സ് പറയുമ്പം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഡെത്ത് കംസ് ടു അസ് ഓൾ വിത്തൗട്ട് അവർ കൺസെൻറ്റ്. മരണം നമ്മുടെ എല്ലാവരുടെ അടുത്തും വരുന്നുണ്ട്. എന്തില്ലാതെ? നമ്മുടെ പെർമിഷൻ, നമ്മുടെ അനുവാദമില്ലാതെ തന്നെ മരണം നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് വരുന്നുണ്ട്. ഇറ്റ് വോളണ്ടറിലി വിസിറ്റ്സ് എവറി വൺ വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ. വോളണ്ടറിലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ വോളണ്ടിയർ എന്ന് പറയില്ല, അത് ആരെ പറയാനേ? നമ്മൾ സ്വയം നമ്മളെ തീരുമാനമെടുത്താൽ നമ്മളിതിന് വരാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മരണം സ്വയം തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്തില്ലാതെ? വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരാതെ, മുൻകൂട്ടി പറഞ്ഞു തരാതെ മരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഡെത്ത് പുട്ട്സ് ആൻ എൻഡ് ടു ദ വേൾഡ്ലി ലൈഫ് ഇൻ വൺ വേ ആൻഡ് മേക്സ് അസ് ഇമ്മോർട്ടൽ ഇൻ അനദർ സെൻസ്. ഒരു രീതി പറയുമ്പോൾ നമ്മുടെ ഭൗതിക ലോകത്തിന് ഒരു അവസാനമിടുകയാണ് മരണം ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇമ്മോർട്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം മരണമില്ലാത്ത. മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പം നമ്മുടെ മരണമില്ലാതെ ആക്കുന്നു മരണം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വി ഓഫൻ വിസിറ്റ് സെമിറ്ററീസ് ഫോർ ഓഫറിങ് ഫ്ലവേഴ്സ് ആൻഡ് പ്രേയേഴ്സ് ഫോർ ആർ കിറ്റ് ആൻഡ് കിൻ. നമ്മൾ ഓഫൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ വിസിറ്റ് സന്ദർശിക്കാറുണ്ട് സെമിത്തേരികൾ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കിറ്റ് ആൻഡ് കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വേണ്ടപ്പെട്ടവർ അഥവാ സുഹൃത്തുക്കൾ, അവരെ കാണാൻ വേണ്ടി. അതേപോലെ അവർക്ക് ഫ്ലവേഴ്സ്, അവരെ പ്രാർത്ഥന, പൂക്കളും പ്രാർത്ഥനകളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകാറുണ്ട്? സെമിത്തേരിയിൽ ഇടയ്ക്കിടെ പോകാറുണ്ട്. The mere sight of a cemetery reminds us of the transient nature of human life. ജസ്റ്റ് ഒന്ന് ആ സെമിറ്ററി നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം എത്രത്തോളം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, ട്രാൻസിയൻ്റ് ആണ് താൽക്കാലികം, നമ്മുടെ ലൈഫ് എത്രത്തോളം താൽക്കാലികമാണ് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി വിച്ച് റിമൈൻഡ്സ് us ഓഫ് ദ inevitability ഓഫ് ഡെത്ത് ആൻഡ് മേക്സ് അസ് റിയലൈസ് ഹൗ ഡെത്ത് ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് വൺ ഇമ്മോർട്ടൽ. നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. എന്താണ് പറയുന്നത്? ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മരണം എന്താ? നമുക്കൊരിക്കലും മരണത്തെ മറികടക്കാൻ പറ്റില്ല. മരണം നമ്മുടെ അടുത്ത് വന്നിരിക്കും എന്ന് ഓർമ്മിപ്പിക്കും. അതേപോലെ തന്നെ എങ്ങനെ മരണം നമ്മുടെ ഇമ്മോർട്ടലാക്കുന്നു. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തതാക്കുന്നു. നമുക്ക് കഥ വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, കഥയുടെ പേര് ദ ഗിഫ്റ്റ്. ആരാ എഴുതിയത്? എസ്.കെ. പൊറ്റക്കാട്. അപ്പോൾ നമുക്ക് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രൊഫൈൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ? ഓക്കെ, ശങ്കരൻകുട്ടി പൊറ്റക്കാട്, ബോൺ ഇൻ 1913, passed away in 1982. Popularly known as S.K. പൊറ്റക്കാട്, was a world-renowned മലയാളം writer. ലോകപ്രശസ്തനായ ഒരു മലയാളം സാഹിത്യകാരനായിരുന്നു എസ്.കെ. പൊറ്റക്കാട്. He is chiefly remembered for his travel writings, which are filled with lifelike presentation of men and manners. അദ്ദേഹത്തിനെ കൂടുതലായി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ട്രാവൽ റൈറ്റിങ്സ്, യാത്രാ വിവരങ്ങളെ പറ്റിയാണ്. കാരണം എന്താണ്? അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ലൈഫ് ലൈക്ക്, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കാണുന്ന അതേപോലത്തെ മനുഷ്യന്മാരും അവരുടെ സ്വഭാവങ്ങളൊക്കെ വ്യക്തമായി കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ. ഹിസ് ലിറ്റററി വർക്ക്സ് ഇൻക്ലൂഡ് നോവൽസ്, കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, anthologies of poems, travelogues, plays, collection of essays and books based on personal memoirs. ഇതൊക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്ന ടൈപ്സ് ഓഫ് സ്റ്റോറി, നോവൽ, പോയം, ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹി വോൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1961 ഫോർ ദ നോവൽ ഒരു തെരുവിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ സ്ട്രീറ്റ്, ആൻഡ് ജ്ഞാൻപീഠ് അവാർഡ് ഇൻ 1918 ഫോർ ദ നോവൽ ഒരു ദേശത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ ലോക്കൽ. These works have been translated into English, Italian, Russian, German and Czech, besides Indian languages. His novel ഒരു ദേശത്തിൻ്റെ കഥ was made into a film. പറഞ്ഞിരിക്കുന്നതാണ് അവാർഡ്സിനെ പറ്റി പറഞ്ഞു. പിന്നെ ഏതൊക്കെ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം, ദേശത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ നോവലിനെ ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. യെസ്. ഇറ്റ് വാസ് എ ക്ലിയർ ആൻഡ് പ്ലസൻറ്റ് ഈവനിങ്. അതായത് കാർമേഘങ്ങളൊന്നുമില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയായ ഒരു ഈവനിങ് ആയിരുന്നു, സന്തോഷമുള്ള ഒരു ഈവനിങ്. ഐ ഡ്രസ്ഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് മൈ റൂം. ഞാൻ വസ്ത്രമൊക്കെ മാറി റൂമിൻ്റെ പുറത്തേക്ക് വന്നു. ദ റോഡ്സ് ഓഫ് റോം വെർ ഫുൾ ഓഫ് പീപ്പിൾ. ഇതെവിടെ കഥ നടക്കുന്നത്? റോം എവിടെയാണ്? ഇപ്പം ഇറ്റലിയിലാണ്. ഇറ്റലിയുടെ ക്യാപിറ്റലാണ് റോം. റോമിലെ റോഡുകൾ നിറയെ ആൾക്കാരായിരുന്നു. മെൻ ആൻഡ് വുമൺ ഡ്രസ്ഡ് ഇൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ് and smart children full of good cheer thronged the sidewalks.
വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മെൻ ആൻഡ് വുമൺ അല്ല, പുരുഷന്മാരും സ്ത്രീകളും അവരുടെ കൂടെ തന്നെ അവരുടെ മക്കളും അല്ല, അവരുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള തുള്ളി കളിക്കുന്ന മക്കളും ത്രോങ്ഡ് ദ സൈഡ് വാക്സ്. സൈഡ് വാക്സ് എന്ന് നമ്മുടെ ഫുട്പാത്തില്ലേ, അതാണ് സൈഡ് വാക്സ്. ത്രോങ്ഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിന്നു. ഈ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു റോമിലെ ഫുട്പാത്തുകൾ. The evening sun's rays that filtered through the leaves of the trees that shaded the sidewalks seemed to be fondly hugging the ebb and flow of life in the city. വൈകുന്നേര സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, മരത്തിനിടയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ലൈറ്റ് എങ്ങനെ ഉണ്ടാവുക, നമ്മളിപ്പോൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. ലൈറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഓരോരോ ഗ്യാപ്പ്, ഇലകളുടെ ഓരോ ഗ്യാപ്പിലൂടെ സൺലൈറ്റ് വരുന്ന കാണാം. അത് കാണുമ്പോൾ അത് എന്തുപോലെയാണ് തോന്നിക്കുന്നത്, ഈ വളരെ എബ് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ്, അതിൻ്റെ ഒരു ഒഴുക്കല്ലേ, ആ സിറ്റിയുടെ ഒഴുക്കിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്രസ് ചെയ്യാണ് നമ്മുടെ നറേറ്റർ അഥവാ റൈറ്റർ. യെസ്, നെക്സ്റ്റ് പാരഗ്രാഫ്. I approached a bus stop. ഞാൻ ഒരു ബസ് സ്റ്റോപ്പിന് മുന്നോട്ടേക്ക് നടന്നു. One of the empty circular buses that go around the city of Rome was approaching and I jumped on it. അതൊരു ടൈപ്പ്, നമ്മളിപ്പോൾ എന്താണ് ലിമിറ്റഡ് KSRTC അങ്ങനെ പറയുന്നത് ഒരു ബസ്സാണ് empty circular എന്നുള്ളത്. ആ ബസ് എന്താണ് റോം ചുറ്റി കാണിച്ചു തരും. ആ ബസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ജംനാൻ കയറി. I had heard that the tomb of the famous English poet Shelley was somewhere on the empty bus route. ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളത്, ഒരു വളരെ പ്രശസ്തനായ ബ്രിട്ടീഷുകാരനായ റൈറ്റർ, പോയറ്റ്, ഓക്കെ, കവി ഷെല്ലിയുടെ ടൂംബ് എന്ന് പറഞ്ഞ വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാൻ പോകുന്നത് കല്ലറ, ശവകുടീരം, അതാണ് ടൂമ്പിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ആ റൂട്ട്, ആ ബസ് ബസ് റൂട്ട് പോകുന്ന ഏതോ ഒരു സ്ഥലത്താണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാ പെട്ടെന്ന് കയറിയപ്പോൾ ദ കണ്ടക്ടർ കെയിം നിയർ മീ വിത്ത് ഹിസ് ടിക്കറ്റ് ബുക്ക് ഓപ്പൺഡ് ആൻഡ് ആസ്ക്ഡ് മീ, അല്ല, ടിക്കറ്റ് ബുക്ക് അടുത്ത് വന്നിട്ട് കണ്ടക്ടറിനോട് ചോദിച്ചു. വെയർ ടു, ഇൻ സൈൻ ലാംഗ്വേജ് ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. സൈൻ ലാംഗ്വേജ് ആണ് ആംഗ്യ ഭാഷ കാണിച്ചു എങ്ങോട്ടേക്കാണ്. സെമിറ്ററി, ഐ റിപ്ലൈഡ് ഹോൾഡിംഗ് ഔട്ട് എ കപ്പിൾ ഓഫ് നോട്ട്സ്. ഞാൻ സെമിറ്ററി എന്ന് പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് നോട്ട്സ് കൊടുത്തു, കറൻസി. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൾട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം. റോമിലെ ബസ്സുകളിൽ സമയം ചെലവാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്താണ് ഇത്, ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്, ശ്രദ്ധിക്കണം. വേരിയസ് സ്റ്റോൺ മാൻഷൻസ് ലൈൻ ദ വൈഡ് റോഡ്സ്. മാർബിൾ സ്റ്റാച്യൂസ് seemed to beckon one with a request to stop and enjoy their beauty. Gardens surrounded the whole place and time flew past without one being aware of it. എന്താ പറഞ്ഞിരിക്കുന്നത്, വലിയ വലിയ കല്ലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങൾ ഈ റോഡുകളുടെ ലൈന് പോലെ നിന്നിട്ടുണ്ട്. മാർബിൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ. എന്താ പറയുന്നവർ, ഒന്ന് നിന്നിട്ട് നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കൂ എന്ന് പറയുന്ന പോലെയാണ് ആർക്ക് തോന്നിയത്, റൈറ്റർക്ക് തോന്നിയത്. അതേപോലെ തന്നെ എല്ലായിടത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂന്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ എന്തായി, സമയം പോകുന്നത് മനസ്സിലാവുന്നില്ല അല്ലേ. ടൈം ഫ്ലൂ പാസ് വിത്തൗട്ട് വൺ ബീങ് അവെയർ ഓഫ് ഇറ്റ്. അവെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധം ഉണ്ടാകുക അല്ലേ, ബോധം ഉണ്ടാവില്ല നമ്മൾ സമയം പോകുന്നുള്ളതിൻ്റെ, ഇല്ലാതെ തന്നെ സമയം വളരെ സ്പീഡിൽ പോകുന്നുണ്ട്. സൂൺ ദ കണ്ടക്ടർ കെയിം നിയർ മീ, ടച്ച് മീ ഓൺ ദ ഷോൾഡർ ആൻഡ് സെഡ് സെമിറ്ററി. കണ്ടക്ടർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തോളിങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു സെമിറ്ററി എത്തി, അങ്ങനെ പറയുമല്ലോ. യെസ്, ഐ അലൈറ്റഡ് ഫ്രം ദ ബസ്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് വാൾ ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. ഞാൻ ഇറങ്ങിയപ്പോൾ കാണുന്നത് ഒരു വലിയൊരു മതിൽ, അതിന് ഒരു അവസാനം ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഐ സ്ലോലി വാക്ക് ടുവേർഡ്സ് ദി എൻട്രൻസ് ഓഫ് ദി സെമിറ്ററിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നടന്നു. There was a garden of considerable size around the cemetery. സെമിറ്ററിയുടെ ചുറ്റുമായിട്ട് തന്നെ എന്തുണ്ട്, നല്ലൊരു പൂന്തോട്ടം തന്നെ, നല്ല വലിയ സൈസ്, കൺസിഡർ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു സൈസ് തന്നെ എന്തുണ്ട് സെമിറ്ററിയുടെ ചുറ്റുമുണ്ട്, ഗാർഡൻ. On one side of the garden there were women and girls standing near heaps of flowers. ഹീപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അർത്ഥം കുന്നായിട്ട് വെച്ചിരിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഫ്ലവേഴ്സ്. ഓക്കെ, ഒരുപാട് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ത്രീകളും കുറച്ച് പെൺകുട്ടികളും നിന്നിട്ടുണ്ടായിരുന്നു. ഹിയർ ആർ ഫ്രഷ് ഫ്ലവേഴ്സ് ടു ഓഫർ ടു ദ മെമ്മറി ഓഫ് യുവർ നിയർ ആൻഡ് ഡിയർ. അവർ പറയുന്ന വാക്ക് എന്താണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ ഇതാ എടുത്തോളൂ. എന്തിനു വേണ്ടി, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ. നിയർ ആൻഡ് ഡിയർ എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർ, അടുത്തുള്ള കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അവരെ പറയുമ്പോൾ നമ്മൾ നിയർ ആൻഡ് ഡിയർ എന്ന് പറയുന്നത്. അവർ നിങ്ങളുമായിട്ടുള്ള ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇതാ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ എടുത്തോളൂ എന്നാണ് ഈ സ്ത്രീകളും പെൺകുട്ടികളും പറയുന്നത്. വൺ ഓഫ് ദീസ് ഗേൾസ് പോയിൻറ്റഡ് ടുവേർഡ്സ് ഹെർ കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. എന്താ ഇതിൽ ഒരു ഗേൾ അല്ലേ, ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗേൾ അവളുടെ
കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് അവളുടെ ഉണ്ടായിരുന്ന പൂക്കളുടെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചു. I was tempted by the freshness of the flowers, the magic of a smile, and my deep respect for Shelley. I was tempted എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഒരു സംഭവം കാണുമ്പം അതുമായിട്ട് അത് വേണം അല്ലേ, ടെംപ്റ്റ് എന്നാൽ അത് കൊതിച്ചു പോകാന്ന് പറയും. എന്താ കാരണം? 3 കാരണങ്ങൾ. ഒന്ന്, അതിൻ്റെ പൂക്കളുടെ ഫ്രഷ് എത്രത്തോളം നല്ല പുതിയ പോലെ ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ്. അതേപോലെ തന്നെ മാജിക് ഓഫ് ഹെർ സ്മൈൽ, അവളുടെ ആ പുഞ്ചിരി അത് കണ്ടപ്പോൾ അതിലുള്ളൊരു മാജിക് എന്നൊക്കെ പറയും അല്ലേ. ആൻഡ് മൈ ഡീപ്പ് റെസ്പെക്ട് ഫോർ ഷെല്ലി, എനിക്ക് എത്രത്തോളം ബഹുമാനം ഉണ്ടായിരുന്നു ആരോട്? ഷെല്ലി എന്ന് പറഞ്ഞ പോയിറ്റിനെ കൊണ്ട്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഫ്ലവർ വാങ്ങണം തന്നെ എനിക്ക് തോന്നി. ഐ എക്സ്റ്റെൻഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്, 1 bouquet പ്ലീസ്, എ സ്മോൾ 1. ഞാൻ കൈ നീട്ടി പറഞ്ഞു, ഒരു ബൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ഫ്ലവേഴ്സാണ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ബുക്കെ എന്ന് പറയുന്നത്. ഒരു ചെറുത് തന്നേക്കുന്നെന്ന് ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു. ഷി ടുക്ക് 1 ഫ്രം ഹെർ ബാസ്ക്കറ്റ്, shook off the drops of water clinging to it and handed it to me. അവൾ ഒരു ബൊക്കെ എടുത്തു, അത് പൂക്കൾ കുറച്ചൊരു ഡ്രോപ്പ് വെള്ളം ഉണ്ടാവില്ല, അതൊന്ന് കുലുക്കി ആ വെള്ളം പോക്കി എന്നിട്ട് എനിക്ക് തന്നു. ഹൗ മച്ച്? ഐ ആസ്റ്റ്. എത്ര? ഇത് കോമൺ ആയിട്ടുള്ളൊരു സെൻസാണ്, ഹൗ മച്ച്. നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. ഹൗ മച്ച് അല്ലേ. 150 ലിറ. ലിറ എന്ന് പറയുന്നത് ഇറ്റലിയിലത്തെ പണ്ടത്തെ കറൻസിയാണ്. ഓക്കെ, 150 ലിറ എന്ന് പറഞ്ഞു. ക്യാരിയിങ് ദ ബുക്കെ ഐ വാക്ക് ടുവേർഡ്സ് ദി എൻട്രൻസ് ഓഫ് ദ സെമിറ്ററി. ഇത് എൻ്റെ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ സെമിറ്ററിയുടെ എൻട്രൻസിൻ്റെ അടുത്തേക്ക് നടന്നു. എ മാൻ ഇൻ ആർമി യൂണിഫോം വാസ് സ്റ്റാൻഡിങ് നിയർ ദി എൻട്രൻസ്. ആർമികളുടെ അവരുടെ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ആ സെമിത്തേരിയുടെ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ഹിം, where can I find the tomb of Shelley, the English poet? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ് ഷെല്ലി, ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ കല്ലറ എനിക്ക് കാണാൻ പറ്റുക? ഹി ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് മീ. അദ്ദേഹത്തിന് എന്നെ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നി. ഹൗഎവർ, പക്ഷേ ഹി എൻകൗണ്ടർഡ് മീ വിത്ത് എ ക്വസ്റ്റ്യൻ. എന്നോട് ഇങ്ങോട്ട് തിരിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആർ യു ഫ്രം ഇന്ത്യ? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്? യെസ്, ഐ നോഡഡ്. ആന്ന് പറഞ്ഞിട്ട് ഞാൻ നോഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടി, ഇങ്ങനെ ആന്ന് പറഞ്ഞിട്ട് തലയാട്ടി. ഐ ഹാവ് ലിവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് വാർ, ഹി സെഡ് വിത്ത് എ പ്രൗഡ് സ്മൈൽ, ആസ് ഇഫ് ഹി ഹാഡ് ഡൺ സംതിങ് ഗ്രേറ്റ്. ഞാൻ എന്തായിരുന്നു ഇന്ത്യയിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ജീവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഭയങ്കര പ്രൗഡായിട്ടുള്ള ഭയങ്കര അഭിമാനത്തോടുകൂടി അയാൾ പറഞ്ഞു. എന്തോ വലിയെന്തോ സംഭവം ചെയ്ത പോലെയാണ് അയാൾ പറയുന്നത്. ഞാൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന്. I had seen so many Italian prisoners of war that they were no longer a novelty for me. ഞാനിപ്പം റോമിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ഇറ്റാലിയൻ പ്രിസണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിലടിച്ചവരാണ് നമ്മൾ പ്രിസണേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തല്ല, they were no longer a novelty for me. നോവൽറ്റി എന്ന് പറഞ്ഞാൽ പുതുമയുള്ള കാര്യം അല്ലേ. അതിപ്പോൾ എനിക്ക് എന്തെല്ലാണ്ടായി, ഒരു പുതുമയുള്ള കാര്യം അല്ലാണ്ടായി. അത്രത്തോളം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. Rather, I felt pity for this khaki-clad person who had been forced to watch over a prison for the dead. പക്ഷേ അതിന് പുറമെ എനിക്കത് തോന്നിയത്, ഐ ഫെൽറ്റ് റാദർ പിറ്റി, എനിക്ക് സഹതാപമാണ് എനിക്ക് ഇവർ തോന്നിയത്. എന്തിന്? ഈ കാക്കി ധരിച്ച, ക്ലാഡ് എന്ന് പറഞ്ഞാൽ ധരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ കാക്കി വസ്ത്രം ധരിച്ച മനുഷ്യൻ എന്താണ് അയാൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഹു ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു വാച്ച് എ പ്രിസൺ ഫോർ ദ ഡെഡ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജയിൽ, അങ്ങനെയാണ് ആരുടെ പറയുന്നത്, ഈ സെമിത്തേറിയെ റൈറ്റർ പറയുന്നത്. അതിന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാമെന്നുള്ള വേണ്ടി എനിക്കെന്താണ്, അങ്ങനെയാണ് അയാൾ നിൽപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് അയാളുടെ സഹതാപമാണ് തോന്നുന്നത്. ആര് പറഞ്ഞു? റൈറ്റർ പറഞ്ഞു. ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ് ഐ സ്മൈൽഡ് ആൻഡ് റെസ്പോണ്ടഡ്. എൻ്റെ ശരിക്കുമുള്ള എന്താ പറയുക അതിനെ, ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ എന്താണ് വിചാരിച്ചത്, എൻ്റെ ഇമോഷൻസ് അതിന് പുറമെ, അത് പുറത്ത് പറയാതെ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ചോദിച്ചു, ക്യാൻ യു ടെൽ മീ വെർ കൻ ഐ ഫൈൻഡ് ദ ടൂം ഓഫ് ഷെല്ലി ദ ഇംഗ്ലീഷ് പോയറ്റ്? നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ഷെല്ലിയുടെ ടൂംബ് എവിടെയാണ് ഉണ്ടാവുക എന്ന് അങ്ങോട്ട് ചോദിച്ചു. ഹി തോട്ട് ഫോർ സം ടൈം ആൻഡ് ഷുക്ക് ഹിസ് ഹെഡ്. കുറച്ച് നാൾ വെച്ചിട്ട് അദ്ദേഹം തല ഇങ്ങനെ കാണിച്ചു, ഇല്ല എന്നുള്ള രീതിയിൽ തല ഇങ്ങനെ ഇളക്കി. ഷൂക്ക് ഇളക്കുക എന്ന്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഹിയർ, അത് ഇവിടെയല്ല. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പ്രൊട്ടസ്റ്റൻറ്റ് സെമിറ്ററി. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഇവിടെയല്ല, അത് മറ്റൊരു സെമിറ്ററി, പ്രൊട്ടസ്റ്റൻറ്റ് സെമിറ്ററി. പ്രൊട്ടസ്റ്റൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതായത് ക്രിസ്ത്യാനികളിൽ തന്നെ അവരുടെ കാത്തലിക് ചേർച്ചിനെ ഒഴിവാക്കി അങ്ങനെയാണ് മീനിങ് പറയുന്നത്, കറക്റ്റ് അറിയില്ല. അതിനെ ഒഴിവാക്കി വേറെ രീതിയിലേക്ക് പോയി. നമ്മളിപ്പോൾ ഒരു 2 സെക്ടറാക്കി അങ്ങനെയാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ സെക്ടറാക്കി അവരെ ഒരേ സെമിത്തേരിയിലാക്കില്ല, അവർക്ക് വേറൊരു സെമിത്തേരി ഉണ്ട്. അപ്പോൾ ഷെല്ലി എന്ന് പറയുന്നത് അങ്ങനെ പോയ ഒരു പോയറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെമിത്തേരി എന്നാണ് ശരിയായ ആൾക്കാരാണ്. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാർ എന്തില്ല, ആ സെമിത്തേരിയിലില്ല.
മറ്റേ സെമിത്തേരിയാണ് എന്നാര് പറഞ്ഞു? ഈ സെക്യൂരിറ്റി പറഞ്ഞു. ഇറ്റ് ഈസ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ഹിയർ. അത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. ഐ സ്റ്റുഡ് ദെയർ വിത്ത് ദ ബുക്ക് ഇൻ ഹാൻഡ്, മൈ ഫേസ് റിഫ്ലക്റ്റിംഗ് മൈ ഡിസപ്പോയിൻമെൻറ്റ്. ഞാൻ വളരെ നിരാശയോടുകൂടി എൻ്റെ കയ്യിൽ ഈ പൂക്കളെ പിടിച്ച് നിന്നു, ഇനി എന്താ ചെയ്യേണ്ടേ എന്ന് മനസ്സിലാക്കാതെ. തിങ്കിങ് ഓഫ് ലീവിങ് ബൈ ദ വെരി നെക്സ്റ്റ് ബസ് ഐ സ്റ്റാർട്ടഡ് മൂവിങ് അവേ ഫ്രം ദ മാൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായി ഇനി കുറച്ച് അങ്ങോട്ടുള്ള സെമിത്തേരിയാണ്. അപ്പോൾ എന്താ പെട്ടെന്ന് തന്നെ അടുത്ത ബസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് നീങ്ങി. സഡൻലി ഐ റിമെമ്പേർഡ് ദാറ്റ് സെമിട്രീസ് വുഡ് ബി ക്ലോസ്ഡ് അറ്റ് സൺസെറ്റ്. പിന്നെ എനിക്ക് ഓർമ്മ വന്നു, പെട്ടെന്ന് ഓർമ്മ വന്നു എന്താണ് സെമിട്രി ഒക്കെ എന്താണ് സൺസെറ്റ്. സൺസെറ്റ് എന്താണ്? സൂര്യ അസ്തമിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് സെമിത്തേരി ഒക്കെ പൂട്ടും. സോ അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല, അവിടെ എത്തില്ല അല്ലേ, അപ്പോഴത്തേക്ക് സെമിത്തേരി പൂട്ടിപ്പോവും. നോട്ട് ഷുവർ ഓഫ് വാട്ട് ഡു നെക്സ്റ്റ് ഐ സ്റ്റുഡ് ദെയർ ഫോർ എ വൈൽ. ഇനി എന്താ ചെയ്യേണ്ടേ എന്നതിനെ പറ്റി ഒരു ഉറപ്പില്ല. അത് ഞാൻ കുറച്ചേരം അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിന്നുപോയി. Quite a few people, their faces sad and somber, armed with bouquet and flowers to be offered to the memory of their near and dear, kept going into the cemetery. കുറച്ച് ആൾക്കാർ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഫ്ലവറും ഓരോ കൂട്ടിങ്ങനെ ഓരോ ബഞ്ച് ഫ്ലവേഴ്സിനെ കൂട്ടി അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. എല്ലാവരും മുഖത്ത് നിന്നാണ് ഭയങ്കര സങ്കടമാണ്. നെക്സ്റ്റ്, ഐ പീപ്ഡ് ഇൻ ത്രൂ ദ ഡോർ ദാറ്റ് വാസ് അജാർ. ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ആ ഡോർ സെമിത്തേരിയുടെ ഡോറ് അജാർ എന്ന വാക്കിനർത്ഥം ചെറുതായി തുറക്കപ്പെട്ട് ആ സെമിത്തേരി ഡോറിലേക്ക് ഐ പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. ഓക്കെ, പീപ്ഡ് ഞാൻ ഉള്ളിലേക്ക് നോക്കി. ദ കാം ആൻഡ് ദ സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് ഓഫ് ദ സെമിറ്ററി അട്രാക്റ്റഡ് മീ. വളരെ ശാന്തവും അതേപോലെ ഇങ്ങനെ പരന്ന് കിടന്ന പോലത്തെ സെമിത്തേരിയുടെ ആ ഒരു മൊത്തം സെറ്റിംഗ് എനിക്ക് എന്തുവായി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ദ സെമിറ്ററി വാസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, സെമിറ്ററി എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു ബ്രൈഡൽ റൂം. ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? മണവാട്ടിയിലാണ് ബ്രൈഡ് എന്ന് പറയുന്നത്. സോ മരണത്തിന് വേണ്ടി റെഡിയാക്കി വെച്ച ഒരു ബ്രൈഡൽ റൂം പോലെയാണ് എനിക്ക് സെമിറ്ററി തോന്നിയത്. മനസ്സിലായല്ലോ? യെസ്. ക്യാരിയിങ് ദ ബുക്കെ ദാറ്റ് ഐ ഹാഡ് ബോട്ട് ഐ സ്ലോലി എൻറ്റേർഡ് ദ സെമിറ്ററി. ഞാൻ ഈ വാങ്ങിയ ആ പെൺകുട്ടികളുടെ നിന്ന് വാങ്ങിയ ആ ഫ്ലവേഴ്സിൻ്റെ ഇത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സെമിറ്ററിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. I felt I was slowly slipping away from the land of the living as I stepped in fort that was the final resting place of Romans. ഞാൻ നടന്നപ്പോൾ എനിക്ക് തോന്നിയത് ജീവിച്ചിരിക്കുന്നവരുടെ ലാൻഡിൽ നിന്ന് ഞാൻ മെല്ലെ എവിടത്തേക്കാണ് പോകുന്നത്, മരണപ്പെട്ടവരുടെ ലാൻഡിലേക്ക് നടന്ന പോലെ എനിക്ക് തോന്നി. അവിടെ ആരാണ് നിൽക്കുന്നത്? ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റോമൻസ്. ഇറ്റലിയിൽ പണ്ട് താമസിച്ചവരാണ് റോമൻസ് എന്ന് പറയുന്നത്. റോമിലുള്ള ആൾക്കാരും റോമൻസ് എന്ന് പറയും, പണ്ടത്തെ ആൻഷ്യൻ റോമിലുണ്ടായ ആൾക്കാരെയും റോമൻസ് തന്നെയാണ് പറയുന്നത്. സോ അവരുടെ റെസ്റ്റിംഗ് പ്ലേസ്, അവരുടെ അന്തിമ വിശ്രമ സ്ഥലമായ അവിടത്തേക്ക് ഞാൻ പോകുമ്പോൾ എനിക്കിങ്ങനെ തോന്നി. പീപ്പിൾ കുഡ് ബി സീൻ ഫ്ലിറ്റിംഗ് ബൈ ഹിയർ ആൻഡ് ദെയർ ലൈക്ക് കളേർഡ് ഷാഡോസ്. അല്ലേ, അവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറക്കുക എന്നാണ് കറക്റ്റ് മീനിങ് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് സ്പ്രെഡായിട്ട് നിൽക്കുന്നു, ലൈക്ക് കളേർഡ് ഷാഡോസ്. കളർ അടിച്ച പോലത്തെ ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഡോൻ്റെ മലയാളം നമ്മൾ നിൽക്കും പറയാൻ ഷാഡോ നിഴൽ നമ്മുടെ നിഴലുകൾ കളറടിച്ച പോലത്തെ നിഴൽ പോലെയാണ് ഇങ്ങനെ ഓരോ ആൾക്കാരെയും എനിക്ക് തോന്നിയത്. എ വെറൈറ്റി ഓഫ് ഫ്ലവറിംഗ് ട്രീസ് സ്റ്റുഡ് ഗാർഡ് ഓവർ ദ ടൂം സ്റ്റോൺസ്. ദ ബോസ് ഓഫ് ദീസ് ട്രീസ് മേഡ് സ്ലോ മൂവ്മെൻറ്റ്സ് ദാറ്റ് റീവർബറേറ്റഡ് ആസ് ഡീപ്പ് സൈസ്. ഒരുപാട് തരത്തിലുള്ള ഫ്ലവറിംഗ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾ വിരിയുന്ന മരങ്ങൾ. അതേപോലെ തന്നെ ദേ സ്റ്റുഡ് ഗാർഡ് ഓവർ ദ ടൂം സ്റ്റോൺസ്. ഈ ടൂം സ്റ്റോണുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ പോലെ അതിങ്ങനെ നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ബോസ് ഓഫ് ദീസ് ട്രീസ്, ഈ മരങ്ങളുടെ ബോ എന്ന് പറഞ്ഞാൽ ശാഖകൾ അഥവാ ബ്രാഞ്ചസ്. ആ ബ്രാഞ്ചസ് ചെറിയ ഇങ്ങനെ ഓരോ ഇങ്ങനെ അനക്കങ്ങൾ ഉണ്ടാക്കി. ആ ഉണ്ടാക്കുന്ന അനക്കങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ദാറ്റ് റീവേർബറേറ്റഡ് ആസ് ഡീപ്പ് സൈ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഒരു എൻ്റെ മലയാളം നെടുവേർപ്പിടുക എന്ന് പറയുന്നത് അല്ലേ, അങ്ങനെ ആക്കുന്ന സൗണ്ടാണ് സൈ എന്ന് പറയാം. സോ ആ മരങ്ങളുടെ ആ ഒച്ച കേൾക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പം എനിക്ക് ഇങ്ങനെ ഹോ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഐ കുഡ് സീ ലോങ് സീമിംഗ്ലി എൻഡ്ലെസ് റോസ് ഓഫ് ടൂം സ്റ്റോൺസ്. എനിക്ക് ഇവിടുന്ന് കാണുന്നത് ഒരുപാട് നിരനിരയായിട്ട് സീമിംഗ്ലി എൻഡ്ലെസ്, അവസാനമില്ലാത്ത പോലെ ഓരോരോ കളറുകൾ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. Above the stone were crosses like symbol that had put a final end to the lives of those who lay buried. ഇതിൻ്റെ ഓരോ കല്ലിൻ്റെ മുകളിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ക്രോസ്, ഒരു കുരിശിങ്ങനെ എല്ലാവരുടെയും മുകളിൽ, അതായത് ഇവിടെ അടക്കം ചെയ്ത എല്ലാവരുടെയും ടൂം സ്റ്റോണിൻ്റെ മുകളിൽ ഇങ്ങനെ സിമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. There were simple tombstones near marble ones,
ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ് ആൻഡ് ഓർഡിനറി വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ് ഹാഡ് ബീൻ ബെറിഡ് സൈഡ് ബൈ സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ലൈനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ വില കുറഞ്ഞ സാധാരണ ടൂം സ്റ്റോൺസും ഒരു സ്ഥലത്തുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ എന്തുണ്ട്? നല്ല വിലവെടിപ്പുള്ള മാർബിളിൻ്റെ ടൂം സ്റ്റോൺസ് ഉണ്ട്. ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ നമ്മളെ രാജകൊട്ടാരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ് എന്ന് പറയുന്നത്. രാജാവ് അവരുടെ ആ ഒരു മനസ്സിലായല്ലോ. ലോർഡ്, നമ്മളിപ്പോൾ ലോർഡ്, നമ്മുടെ ഇന്ത്യയിലെ പണ്ടത്തെ ബ്രിട്ടീഷുകാരൊക്കെ ലോർഡ് റിപ്പൺ, ലോർഡ് കേഴ്സ് എന്നല്ല പറയാം. സോ അതേപോലെ തന്നെ വളരെ ടോപ്പ് ലെവലുണ്ടായിരുന്ന ആൾക്കാരും അവരും, അതേപോലെ തന്നെ ഓർഡിനറി വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ്, തൊഴിലാളികൾ, സാധാരണ പണിക്കാരും തൊഴിലാളികളും ഒക്കെ ഒരേ സ്ഥലത്താണ്, അടുത്തടുത്തായിട്ടാണ്, ബെറിഡ് സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് എന്തിരിക്കുന്നത്, അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മരണത്തിന് എന്തില്ല, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല അല്ലേ? നിങ്ങളെല്ലാം എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ആരൊക്കെ ആയാൽ പോലും മരിച്ച കാര്യം നിങ്ങളുടെയൊക്കെ ഒരേ സ്ഥലത്ത് നിൽക്കേണ്ട ആൾക്കാരാണ് അല്ലേ? അവിടെ ശരിക്കും കാണിച്ചു തരാം. നമുക്ക് മരണത്തിന് അങ്ങനത്തെ ഒരു സംഭവമില്ലാന്ന് കാണിച്ചു തരാണ്. നെക്സ്റ്റ് ടു എ മാർബിൾ tomb on which the various honors and titles that the deceased had been awarded were listed was the shadow of the wooden cross atop the tomb of an unknown person. അതായത് ഈ മാർബിൾ ടോമിനെ തൊട്ടടുത്ത് അതിൻ്റെ മുകളിൽ തന്നെ എന്തുണ്ട്? ഒരുപാട് ടൈറ്റിൽസ്. അതേപോലെ നമ്മളിപ്പോൾ സോൾജർ, ഒരു പട്ടാളക്കാരാണ്, അദ്ദേഹത്തിന് കിട്ടിയ ഓരോ അവാർഡുകൾ അല്ലേ, ധീരത കിട്ടിയ അങ്ങനത്തെ ഓരോ അവാർഡുകളുടെ ഒക്കെ ലിസ്റ്റ് നമ്മുടെ ടൂം സ്റ്റോൺസിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ കാണുമ്പോൾ എന്താണ് നോക്കുന്നത്? മറ്റൊരാളുടെ ടോമ്പിലുണ്ടായിരുന്ന ആ ക്രോസ് ഉണ്ടല്ലോ, ആ കുരിശിൻ്റെ ഷാഡോ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഓണേഴ്സിൻ്റെ ഒക്കെ മുകളിൽ കാണുന്നത്. The tomb of a virgin might lie close to that of a butcher. ഒരു കന്യകയായ സ്ത്രീയുടെ, ഒരു കന്യകയായ ഒരാളുടെ കന്യകയായ ആളെന്ന് പറയില്ല, ഓക്കെ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അവരുടെ ഒരു കല്ലറ ബുച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചി വെട്ടുകാർ, അവരാണ് ബുച്ചർ എന്ന് പറയുന്നത്. അവരുടെ തൊട്ടടുത്ത് അപ്പുറം ഇപ്പുറമായിട്ട് ചിലപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Altogether, the cemetery was a stage on which the light and the shade of play of life's mystery was enacted. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സെമിറ്ററി എന്ന് പറയുന്നത് ലൈഫിൻ്റെ മിസ്റ്ററി, നിഗൂഢത അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ നിഗൂഢതയാണ് അവിടെ ഇനാക്ട് ചെയ്യുന്നത്. അതായത് ഒരു നാടകമാണ് അല്ലേ, ആ നാടകമാണ് ഇവിടെ നടക്കുന്നത്. എവിടെ? ഈ സെമിറ്ററി നടക്കുന്നത്. അതിനുള്ള ഒരു സ്റ്റേജ് പോലെയാണ് ആർക്ക് എന്ത് തോന്നിയത്? എസ്.കെ. പൊറ്റക്കാടിന് തോന്നിയത്. നെക്സ്റ്റ്, there was always a crowd of people who came with flowers to remember the dead on the anniversary of their death. ആനിവേഴ്സറി നമ്മൾ ഇപ്പോൾ ആണ്ട് എന്നൊക്കെ പറയുമല്ലോ. സോ അതേപോലെ അവരുടെ അടുത്തുള്ള ആൾക്കാർ, അവരുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടതിൻ്റെ ഓരോ ആണ്ടുകളായി പോകുമ്പം ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരു ക്രൗഡായിട്ട് അവരുടെ കാണാൻ വേണ്ടി പോകാറുണ്ട്. ദ സൺ അറ്റ് ദ ടൂം ഓഫ് ദ ഫാദർ അറ്റ് ദ ടൂം ഓഫ് ദ സൺ. മകൻ അച്ഛൻ്റെ ടൂമിനും, വേറൊരു കേസ് നോക്കുമ്പോൾ എന്താണ്, അച്ഛൻ മകൻ്റെ ടൂമിനും. സോ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്നും മരണത്തിന് എന്തില്ല, ഏജ് എന്നോ ആൾ ആണാണോ പെണ്ണാണെന്നോ ഏത് മതത്തിലോ അങ്ങനെ ഒരു വിവേചനം ഇല്ലാതെയാണ് മരണം നോക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നോക്കുമ്പം ഒരു മകൻ അച്ഛൻ്റെ ടൂമിലാണ്, മറ്റൊരു നോക്കുമ്പോൾ ഒരു അച്ഛൻ മകൻ്റെ ടൂമിൻ്റെ മുമ്പിലാണ് നിന്നിരിക്കുന്നത്. The lover to erupt in sighs over the memory of his love, the girl to offer tearful tributes to her beloved, the wife with a bouquet of love for the dead husband, the aged husband offering his heart at the tomb of his long dead beloved. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാമുകൻ അവൻ്റെ കാമുകിയുടെ പണ്ടുണ്ടായ മെമ്മറി ഓർമ്മിക്കുന്നു. വേറൊരു സ്ഥലത്ത് നോക്കുമ്പം ഒരു കാമുകി അവളുടെ കാമുകൻ്റെ നോക്കുന്നു. വേറൊരു സ്ഥലത്ത് നോക്കുമ്പം ഒരു ഭാര്യ ഭർത്താവിൻ്റെ മെമ്മറിക്ക് വേണ്ടി ഒരു ബുക്കെ കൊടുക്കുന്നു. വേറൊരു സ്ഥലത്ത് ഒരു ഭർത്താവ് അവൻ്റെ ഭാര്യയുടെ ടൂമിൻ്റെ മുന്നിൽ നിൽക്കുന്നു. സോ എല്ലാ ടൈപ്പ് ആൾക്കാരും അവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. യെസ്, cemeteries would be described as the silent battlefield of emotions. ഇമ്പോർട്ടൻ്റ് ലൈനാണ്. സെമിറ്ററികളെ എങ്ങനെയുള്ളതാണെന്ന് പറയാം? സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ്. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ശബ്ദങ്ങളില്ലാത്ത നിശബ്ദമായ ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി. എന്തിൻ്റെ യുദ്ധഭൂമി? ഓഫ് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളുടെ നിശബ്ദമായ ഒരു യുദ്ധഭൂമിയാണ് സെമിത്തേരി. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു പക്ഷേ നമുക്കിപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ
ടൂം സ്റ്റോൺ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നാൻ, നമുക്കൊരു പക്ഷേ അവരുമായിട്ട് പണ്ടുണ്ടായിരുന്ന ഒരുപാട് നല്ല മെമ്മറീസ് വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു ഹാപ്പിനെസ് വരും. പിന്നെ നമ്മൾ ഓർക്കും എന്താണ്, അവരിനി നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അതിൻ്റെ സങ്കടം വരും, ചിലപ്പോൾ ദേഷ്യം വരും, അവർ മരണപ്പെട്ടതിൻ്റെ കാരണം ഒരു യുദ്ധമാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നത്. സോ അതുകൊണ്ടാണ് എസ് കെ പൊറ്റക്കാട് സെമിത്തേരികളുടെ എന്തെന്ന് പറയുന്നത് എ ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ് അല്ലേ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ്, I was standing under the shade of a poplar tree, a mute observer. എന്താണ്, ഞാൻ ഒരു പോപ്ലാർ ട്രീയുടെ, പോപ്ലാർ ട്രീ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ട്രീയാണ്, അതിൻ്റെ ഷെയ്ഡ്, അതിൻ്റെ എന്താണ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരത്തിൻ്റെ താഴെ ഉണ്ടാവുമല്ലോ, ചായയിൽ നിൽക്കുകയാണ്. ചായ നല്ല പറയാൻ യെസ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്ഡിൻ്റെ മലയാളം കറക്റ്റില്ല, ഒന്ന് നിങ്ങൾ മനസ്സിലറിയിക്കണം. ഷെയ്ഡ് ഉദ്ദേശിക്കുന്നത് നമ്മളെ മരത്തിൻ്റെ, ഇപ്പോൾ മരം നിന്നു, മരത്തിൻ്റെ താഴെ ഇപ്പോൾ വെയിലടിക്കുമ്പം ഇവിടെ ഈ താഴത്ത് ഉണ്ടാവില്ല, അപ്പോൾ അവിടെ നിന്നു, അവിടെ നമ്മൾ നിൽക്കാൻ. യെസ്, ഓഫ് എ ബുക്ക് എ മ്യൂട്ട് ഒബ്സർവർ. അങ്ങനെയെല്ലാം എന്താണ് മ്യൂട്ട് പറഞ്ഞാൽ സംസാരിക്കാതെ, ഒബ്സർവ് ചെയ്യുന്നത്, ഒന്നും അനങ്ങാതെ എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ബുക്ക് വാസ് സ്റ്റിൽ ഇൻ മൈ ഹാൻഡ്സ്. ആ എന്താ ഫ്ലവേഴ്സ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡിസൈഡ് വെയർ ടു പ്ലേസ് ഇറ്റ്. ഇതിപ്പോൾ ഷെല്ലിയുടെ എന്തായാലും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി അല്ലേ, ഷെല്ലിയുടെ വേറൊരു സെമിറ്ററിലാണ്, വൈകുന്നേരമായി. സോ ഇനി ഇത് എവിടെയാണ് വെക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല. It was then that I saw an old lady with a huge bouquet cradled in her arms. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു വയസ്സായ സ്ത്രീ, അവരുടെ ക്രാഡിലിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ, തൊട്ടിൽ എന്നാണ് അർത്ഥം, ക്രാഡിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താ ഒരു കുട്ടി എടുത്ത പോലെ ഒരു ബുക്കെ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു. An old man with a walking stick followed her. ഒരു വാക്കിംഗ് സ്റ്റിക്ക് നമ്മളെ കയ്യിൽ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വടിയും എടുത്തുകൊണ്ട് ഒരു വയസ്സായൊരു മനുഷ്യനും അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ദേ കെയിം ടുവേർഡ്സ് ദ ട്രീ. ആ മരത്തിൻ്റെ മുന്നിലേക്ക് അവർ വന്നു. ഐ കുഡ് ദെൻ സീ ദാറ്റ് ദി ഓൾഡ് മാൻ വാസ് ക്യാരിയിങ് എ ന്യൂ ടോയ്, ആൻ എയർപ്ലെയിൻ ഓഫ് സിൽവറി വൈറ്റ് കളർ. അടുത്ത് വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റി ആ വയസ്സായ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ടോയ്, ഒരു എയർപ്ലെയിൻ അല്ല, ഒരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയ ടോയ് ഉണ്ടായിരുന്നു, ഒരു പുതിയ ടോയ് ഉണ്ടായിരുന്നു. കളർ എന്താണ്, സിൽവറി വൈറ്റ് കളറിൽ പുതിയൊരു ടോയ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദേ സ്റ്റോപ്ഡ് അറ്റ് എ സ്മോൾ ഗ്രേവ്. അവരെന്തിനു മുമ്പിലാണ്, ഒരു ചെറിയൊരു ഗ്രേവ്. ബാക്കിയുള്ളവരുടെ നോക്കുമ്പം ആ ഗ്രേവ്, ആ ശവം വെച്ച സ്ഥലം എന്താണ്, ചെറുതായിരുന്നു. ഫ്ലവറിങ് ക്രീപ്പേഴ്സ് ഗ്രൂ ബിസൈഡ് ഇറ്റ്. അതിൻ്റെ ചുറ്റും ഫ്ലവർ ചെയ്യുന്ന, പൂക്കൾ വിരിയുന്ന ക്രീപ്പേഴ്സിൻ്റെ വാക്കിനടുത്ത് എന്താണ്, ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്, ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന എന്തായാലും ഒരു വാക്കുണ്ട്, ക്ലൈംബേഴ്സ് ക്രീപ്പേഴ്സ് എന്നുള്ളതാണ് അർത്ഥം. ക്രീപ്പേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ടായ നിലത്ത് തന്നെ പടർന്നിട്ട് വിരിയുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടാവില്ല, അതാണ് ക്രീപ്പേഴ്സ് പറയുന്നത്. സോ അങ്ങനെ പൂക്കൾ വിരിയുന്ന ടൈപ്പ് ക്രീപ്പേഴ്സ് അതിൻ്റെ ചുറ്റും വളർന്നിരുന്നു. ദ ഓൾഡ് ലേഡി പ്ലേസ് ദ ബുക്കെ ടു വൺ സൈഡ് ആൻഡ് ക്ലീൻ ദ ടൂം സ്റ്റോൺ. ആ ബുക്ക് ഒരു സ്ഥലത്ത് വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ആ കളർ ഒന്ന് വൃത്തിയാക്കി. The old man picked up all the dry flowers and leaves lying around and threw them away. അതിന് ചുറ്റുണ്ടായിരുന്ന ഉണങ്ങിപ്പോയ പൂക്കളെയും ഇലകളെയും ഒക്കെ തട്ടി മാറ്റി ആര്, ആ മനുഷ്യൻ. Then the old woman placed the bouquet at the head of the tombstone and ran her hand over it as if she were affectionately patting a small boy. എന്നിട്ട് ഈ സ്ത്രീ ആ ടൂമിൻ്റെ മുകൾ ഭാഗത്ത് ഈ ബൊക്കെ വെച്ചു. എന്നിട്ട് അതിനിങ്ങനെ തലയോടി. എങ്ങനെ തലയോടി, ഒരു ചെറിയൊരു ആൺകുട്ടിയെ തലോടുന്ന പോലെ ആ സ്ത്രീ തലയോടി. The old man wound up the toy plane and placed it on the ground where it began to run around, making quite a din. എന്താ ചെയ്തത്, ആ പുതിയ ടോയ് എടുത്ത് ഓണാക്കി. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അത് വർക്കായിട്ട് അപ്പോൾ അതിൻ്റെ എന്താ ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കി. നെക്സ്റ്റ്, the old man gave a satisfied smile, got up and placed the toy among the flowering creepers. എന്താണ് നല്ലൊരു ചിരിയൊക്കെ, ടോയ് എന്താകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എണീച്ച് നിന്നിട്ട് ആ ടോയ് എവിടെ വെച്ചു, ഈ ടൂം സ്റ്റോണിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഫ്ലവറിങ് ക്രീപ്പേഴ്സ് പറഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത് പോയി ഈ ടോയ് വെച്ച് കൊടുത്തു. ചീക്കോ ബോനോ നൊട്ടീർ ഹി ബേഡ് ചീക്കോ ഗുഡ് നൈറ്റ്. അതെനിക്ക് ചെറിയൊരു കൺഫ്യൂഷനുള്ള ഭാഗമാണ്, ഞാൻ പറഞ്ഞതാണ്. കാരണം ഇത് ഇറ്റലി എന്നാണ് പറഞ്ഞു. ഇറ്റലിയിലെ ഗുഡ് നൈറ്റിന് എന്താ ശരിക്കും പറയുക, ബുവാനോ നോട്ടെ എന്നാണ് പറയുന്നത്. ബുവാനോ നോട്ടെ എന്നാണ് കറക്റ്റ് വേർഡ്. ഇങ്ങനെ ഒരു വാക്ക് ഇറ്റലിയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ജസ്റ്റ് കേട്ടതാണല്ലോ, സോ അങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ബുവാനോ നോട്ടെ എന്ന് പറഞ്ഞത്. ശരിക്കും വാക്ക് ബുവാനോ നോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. സോ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗുഡ് നൈറ്റ്. മറ്റ് വേറൊരു ഭാഷയിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ഹി ബേഡ് ചീക്കോ ഗുഡ് നൈറ്റ് പറഞ്ഞു. അതേപോലെ തന്നെ ദി ലേഡി ഓൾസോ ഗോട്ട് അപ്പ് ആൻഡ് ബേഡ് ചീക്കോ ഗുഡ് നൈറ്റ്.
ലേഡിയും അതേപോലെ തന്നെ പറഞ്ഞു. ചീക്കോ എന്നാണ് കുട്ടിയുടെ പേര്. ദി ഓൾഡ് കപ്പിൾ went away from there without having shed any tears or made any scenes. അവരെന്ത് ചെയ്തു, ഒരു കരയുകയോ അല്ലാണ്ട് വലിയ ഒച്ചപ്പാടാക്കി എൻ്റെ മോന്നൊക്കെ പണ്ട് ഒച്ചപ്പാടാക്കുകയോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവർ കണ്ണീരൊന്നും വരാതെ പോയി. ഇതൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് എന്നുള്ള മീനിങ് അത് നിങ്ങൾ കഥ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു അങ്ങനെ പറയാം. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ്. ആഫ്റ്റർ ദി ഡിസപ്പിയർഡ് ഫ്രം ദ വ്യൂ ഐ സ്ലോലി അപ്രോച്ച് ദ ഗ്രേവ് ആൻഡ് റെഡ് വാട്ട് വാസ് എച്ച്ഡ് ദെർ. അവർ പോയതിന് ശേഷം ഞാൻ ആ ഗ്രേവ് അതിൻ്റെ അടുത്തേക്ക് പോയി അവിടെ എന്താണ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോണിൻ്റെ മുകളിൽ എഴുതുന്ന ഇങ്ങനെ ഇതാക്കിയിട്ടല്ല എഴുതാൻ, അതാണ് എച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചീക്കോ പിസാനി, ബോൺ 1906, ഡെത്ത് 1915. എത്ര വർഷമാണ് അപ്പം? 6 നിന്ന് 15 അല്ലേ? 9 വർഷം. സോ ദ ഓൾഡ് കപ്പിൾ വാസ് കമ്മിങ് ടു സീ ദ ബെഡ്റൂം ഓഫ് ദിയർ സൺ ഹു ഹാഡ് ഡൈഡ് 35 years ago. 35 വർഷം മുമ്പ് മരണപ്പെട്ട അവരുടെ മകൻ്റെ എന്താണ് ബെഡ്റൂം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഗ്രേവ് ആണല്ലേ? ഈ ഗ്രേവ് കാണാൻ വേണ്ടിയായിരുന്നു ആ ഓൾഡ് കപ്പിൾ, ആ വയസ്സായ കപ്പിൾ വന്നത്. കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയും ഭർത്താവും. നെക്സ്റ്റ്. ദേ മൈറ്റ് ബി ലെഡ് ബൈ ദ ബിലീഫ് ദാറ്റ് ദെയർ 9-year-old സൺ വാസ് ലൈങ് അസ്ലീപ് ദെയർ. അവരൊരു പക്ഷേ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടായിരുന്നു? അവരുടെ 9 വയസ്സുള്ള മകൻ അവിടെ ഉറങ്ങുന്നുണ്ട്, അവിടെ സേഫായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് തന്നെയായിരിക്കും അവരിപ്പോൾ വിചാരിക്കുന്നത്. They did not seem to realize that if their son were alive, he would have been a middle-aged man of 44 years. അവർ മനസ്സിലാക്കാത്ത കാര്യം എന്താണ്? ഇഫ് അവരുടെ മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവനക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 44 വയസ്സുള്ള ഒരു ആളായിട്ടുണ്ടാവും ആര്? ആ ബോയ്. പക്ഷെ അവരുടെ മനസ്സിലെന്താണ്? ഫോർ ദം ചീക്കോ വുഡ് ഓൾവേസ് ബി എ സ്മോൾ ബോയ് ക്രേസി അബൌട്ട് ന്യൂ ടോയ്സ്. പക്ഷെ അവരുടെ മനസ്സിലെന്താണ്? ഇപ്പോഴും ചീക്കോ എന്താണ്? ആ 9 വയസ്സുള്ള കുട്ടി തന്നെയാണ്. പുതിയ ടോയ് കിട്ടുമ്പോൾ വളരെ ഹാപ്പിയാകുന്ന ആ ചെറിയ കുട്ടി തന്നെയാണ് ചീക്കോ ഇപ്പോഴും അവരുടെ മനസ്സിൽ. അതെന്താണ്? അവന് വയസ്സാവുകയില്ല, അവൻ എപ്പോഴും എത്ര തന്നെ വയസ്സ് തന്നെയായിരിക്കും? 9 വയസ്സ് തന്നെയായിരിക്കും. നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് പറഞ്ഞല്ലോ അല്ലേ, നമ്മുടെ മരണം ഇമ്മോർട്ടലാക്കുന്നു, മരണമില്ലാത്തയാക്കുന്നു. നെക്സ്റ്റ് ലൈൻ. I placed my bouquet at the tomb that had immortalized Chico's childhood. ഞാൻ ഈ ബൊക്കെ ഇങ്ങനെ എവിടെ വെക്കണമെന്ന് കാത്തിരിക്കായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു? ചീക്കോയുടെ ടോമിൻ്റെ മുമ്പിൽ അത് വെച്ചു. എന്താണ് ആ ടോം എന്താക്കി? ചീക്കോയുടെ ചൈൽഡ്ഹുഡ് അല്ലെ, ചീക്കോക്ക് 9 വയസ്സ് തന്നെയാണ്, അതിൻ്റെ അപ്പുറം പോവില്ല എന്ന തരത്തിൽ ഇമ്മോർട്ടലാക്കി അല്ല, അവനെ മരണമില്ലാത്തതാക്കി ആ ടോമ്പിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഈ ഫ്ലവേഴ്സ് വെച്ചു. ഓക്കെ, സ്റ്റോറി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഇത് കൂടി വായിച്ചു നോക്കണം. ഗ്ലോസറി മീനിങ്സ് ആണ്. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ ഹെൽപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ വീഡിയോ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ ഇക്വലൻസിയുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമുക്ക് വായിച്ചു നോക്കാം. ഗ്ലോസറി. ഹഗിങ് എന്നാണ് കെട്ടിപ്പിടിക്കുക, ഹോൾഡിങ് ക്ലോസ്ലി. സെമിറ്ററി അറിയാലോ, എ പ്ലേസ് ഫോർ ദ ഡെഡ് ആർ ബെഡ്. മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ വീട്, കൊട്ടാരം. ലിറ, ദ ഫോമർ കറൻസി ഓഫ് ഇറ്റലി, ഇറ്റലിയുടെ പണ്ടത്തെ കറൻസി. ബോക്കെ എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തല ആട്ടുക. നോവൽറ്റി, പുതുമ, ന്യൂനെസ്. പ്രൊട്ടസ്റ്റന്റ്, എ മെമ്പർ ഓഫ് എനി ഓഫ് ദ സെവറൽ ക്രിസ്ത്യൻ ഡോമിനേഷൻസ് വിച്ച് സെപ്പറേറ്റഡ് ഫ്രം ദ റോമൻ കാത്തലിക് ചർച്ച്. അല്ലേ, റോമൻ കാത്തലിക് ചർച്ചിൻ്റെ അവരുടെ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു സെക്ടറായി മാറിയ ആൾക്കാരാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുക. സോംബർ എന്ന് പറഞ്ഞാൽ സങ്കടം, ജോയ്ലെസ്. അജാർ എന്ന ഡോർ അല്ല, സെമിറ്ററി ഡോർ അജാർ ആയിരുന്നു, ചെറുതായിട്ട് തുറക്കപ്പെട്ടത്, സ്ലൈറ്റ്ലി ഓപ്പൺ. റീവർബറേറ്റ്, ടു റിഫ്ലക്റ്റ്, ആ എക്കോ എന്നുള്ള സൗണ്ടിലാണ് റീവർബറേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൂം സ്റ്റോൺ അറിയാലോ, നമ്മുടെ കലറുടെ മുകളിൽ വെക്കുന്ന കല്ലാണ് ടൂം സ്റ്റോൺ എന്ന് പറയുന്നത്. സൈ, എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്രീഫ്, സങ്കടത്തിൻ്റെ ആ ശബ്ദത്താണ് സൈ എന്ന് പറയുന്നത്. എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ആരായിരുന്നു ഷെല്ലി? PB ഷെല്ലി, PSC ബിഷ് ഷെല്ലി, 1792-1822. The famous English romantic poet belonged to the second generation of romantic poets along with Keats and Byron. The romantic poets എന്നിട്ടൊരു കൂട്ടം കവികളുണ്ടായിരുന്നു. അവരുടെ 2ാം തലമുറയിലെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ഇംഗ്ലീഷ് കവിയായിരുന്നു PB ഷെല്ലി. ഓക്കെ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി ഇതിൽ പഠിക്കാനുള്ളത് എപ്പിറ്റാഫും ഒബിച്വറി റൈറ്റിംഗും ആണ്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സമ്മറി, ഈ കാര്യങ്ങളൊക്കെയുള്ള 2 വീഡിയോസും കൂടി ഉണ്ടാവും. സോ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മറ്റൊരു ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാം. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻസിൽ അറിയിക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? അറിയിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.